ഓണക്കാലമെത്തി. പരിശുദ്ധിയുടെ തൂവെള്ള നിറമേഴുന്ന തുമ്പപ്പൂക്കളും ചെത്തിയും മന്ദാരവും പിച്ചകപ്പൂക്കളുമെല്ലാം ഓർമ്മകളിൽ മാത്രമാവുകയാണ്. എന്നിരുന്നാലും വിവിധ നിറങ്ങളിലുള്ള പൂക്കളുമായി നമ്മുടെ കർഷകർ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിലെ പുഷ്പഗ്രാമങ്ങളായ തോവാളയ്ക്കും ഗുണ്ടൽപേട്ടിനുമൊപ്പം നമ്മുടെ കൃഷിയിടങ്ങളും പൂക്കളുമായി ഓണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകളാണ് ഓരോ ഓണവും. ഐതിഹ്യങ്ങൾക്കപ്പുറം ഓണം നമുക്ക് കാർഷികോത്സവം കൂടിയാണ്. പേമാരിപ്പെയ്ത്തിൽ വറുതി കിടന്ന കർക്കിടകത്തിനു പിന്നാലെ വിളവെടുപ്പിന്റെ ഉത്സവവുമായി എത്തുന്ന മാസമായതുകൊണ്ടുകൂടിയാണ് ചിങ്ങം മലയാളികൾക്ക് വർഷാരംഭവും സമൃദ്ധവുമായി തീരുന്നത്. ഓണത്തെ ഉത്സവമാക്കാനുള്ളതൊക്കെ കരുതിയാണ് ചിങ്ങമാസത്തിന്റെ വരവും. ഓണത്തിന്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും പൂക്കളും ഓണസദ്യയുമില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. നമ്മുടെ മണ്ണിൽ വിളവെടുത്തിരുന്ന വിഭവങ്ങൾ പ്രധാനമായും ഓണത്തിന് സദ്യയ്ക്കായി ഉപയോഗിക്കുമ്പോൾ വീട്ടുമുറ്റത്തെയും തൊടിയിലെയും പൂക്കൾ പൂക്കളങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. തൊടിയിലെ പൂക്കൾ വിസ്മൃതിയിലാണ്ടപ്പോൾ കർഷകരുടെ പരിശ്രമത്താൽ കൃഷിയിടങ്ങളിൽ പൂക്കൾ തല ഉയർത്താൻ തുടങ്ങി. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന പൂപ്പാടങ്ങൾ നാട്ടിലെങ്ങും നിറയുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ തിരുവിഴേശൻ കൃഷിക്കൂട്ടായ്മയുടെ പൂപ്പാടങ്ങളും ഈ ഓണത്തെ വരവേൽക്കുന്നതിനായി തയ്യാറായി കഴിഞ്ഞു. ഉത്സവങ്ങളുടെ കാലം മാത്രമല്ല, കർഷകരുടെ പ്രതീക്ഷകളുടെയും വിളവെടുപ്പിന്റെയും ഉത്സവകാലവുമാണ് ഇത്. 19 ഏക്കറിൽ കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്ന ജ്യോതിഷിന്റെയും അനിലിന്റെയും നേതൃത്വത്തിൽ തിരുവിഴേശൻ കാർഷിക കൂട്ടായ്മയിലും ഇത് വിളവെടുപ്പിന്റെയും പ്രതീക്ഷകളുടെയും ദിനങ്ങളാണ്. വർഷം മുഴുവൻ 100 മേനി വിളയിക്കുകയാണ് ഈ കർഷക സുഹൃത്തുക്കൾ. പൂക്കളില്ലാത്ത ഓണം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പൂക്കളില്ലാതെ ഓണം പൂർത്തിയാവുകയുമില്ല. ഇക്കൊല്ലം 10,000 ചുവട് ചെണ്ടുമല്ലിയും 5,000 ചുവട് വാടാമുല്ലയുമാണ് ഓണത്തെ വരവേൽക്കാനായി ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ ചെണ്ടുമല്ലിയും 5 നിറങ്ങളിൽ പച്ചപ്പിനിടയിൽ വിരിയുന്ന നിറവൈവിധ്യമുള്ള വാടാമുല്ലയും ഓരോ വീട്ടുമുറ്റത്തെയും അലങ്കരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. തേൻ നുകരുന്ന പൂമ്പാറ്റകൾക്കൊപ്പം കുട്ടികളും ആഘോഷങ്ങളിലാണ് ഇവിടെ. ആടിയും പാടിയും കളിച്ചും രസിച്ചും ആസ്വദിച്ചും ആഘോഷിച്ചും ഈ ഓണക്കാലം മനോഹരമാക്കുകയാണ് ഇവർ. 2021 കൃഷിക്കൂട്ടത്തിന് തുടക്കം. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഏറ്റവും മികച്ച ഉൽപാദന കൃഷിക്കൂട്ടത്തിനുള്ള പ്രഥമ പുരസ്കാരം നേടിയതും തിരുവിഴേശൻ കൃഷിക്കൂട്ടം തന്നെ. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമാണ് എല്ലാവിധ പച്ചക്കറികളും 100 മേനി വിളയുന്നത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിലായും ഫാമിൽ നിന്നും നേരിട്ടും വിപണനം നടത്തി വിഷരഹിത പച്ചക്കറികളുമായി മുന്നേറുകയാണ് ഈ കൂട്ടായ്മ. 6 സ്ഥിരം തൊഴിലാളികളുമായി വർഷം മുഴുവൻ മണ്ണിനോട് പടവെട്ടി മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുകയാണ് ഇവർ. കൃഷിയിൽ വരുമാന വർധനവ് നേടണമെങ്കിൽ മൂല്യവർധനവ് കൂടിയേ തീരും. ഉൽപാദനം അധികമാകുമ്പോഴും ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്തപ്പോഴും മൂല്യവർധനവിലൂടെ മികച്ച വരുമാനം നേടുന്നതിന് സഹായകരമാകും. ഈ ആശയമാണ് കഞ്ഞിക്കുഴി ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ അമരത്തെത്തിയതും 50ഓളം കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞതും. കർഷകരെ സംബന്ധിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഉൽപ്പന്നത്തിന് അധിക വില കിട്ടുകയുള്ളൂ. കർഷകരെ സംബന്ധിച്ച് സീസൺ ആകുമ്പോൾ സാധനത്തിന് വിലയില്ലാതാകുകയും മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലേക്ക് തിരിയുന്നത്. ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ചിരിക്കുന്നത് കായംകുളം KVKയിലെ ജിസി മേഡമാണ്. ജിസി മേഡത്തിന്റെ ക്ലാസ്സിലൂടെയാണ് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഒരു ഉൽപ്പന്നം 5, 6, 10, 30 ഉൽപ്പന്നങ്ങളാക്കി മാറ്റാവുന്ന രീതിയിലേക്ക് മാറ്റാം. പല വിധത്തിലെ വില കിട്ടും. നമ്മളെ സംബന്ധിച്ച് അത് വലിയ നഷ്ടം കൂടാതെ ഉൽപ്പന്നങ്ങൾ നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് മാറാമെന്നുള്ളതാണ് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമല്ല, ഒരു ഉൽപ്പന്നം 2 ദിവസം ഇരിക്കുന്ന ഉൽപ്പന്നം നമുക്ക് 1 വർഷം വരെ ഇരിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാവുന്നതുകൊണ്ട് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന രീതിയാണ് ഇത്. പച്ചക്കറികളുടെ ഗുണമേന്മയൊന്നും നഷ്ടപ്പെടാതെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് തനത് കളറിലും രുചിയിലും 1 വർഷം വരെ കാത്തു സൂക്ഷിക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. കൃഷിയിൽ നിന്ന് മാത്രം നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അധിക പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക്
ഞങ്ങളിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് കഞ്ഞിക്കുഴി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ എന്ന FPO രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 40-45 പര ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു വിളവിൽ നിന്ന് പലതരം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ നമുക്ക് ഈ വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നതാണ് കണിമത്തനും മത്തനൊക്കെ. അതുകൊണ്ടുള്ള ഒരു ജാമാണ്. അങ്ങനെ മത്തൻ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 5 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് മത്തനും പൈനാപ്പിളും കൊണ്ടുള്ള ഒരു ജാമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തൻ കൊണ്ട് വേറെ 4 പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രിസർവ്, അതുപോലെ തന്നെ ക്യാൻഡി, അതുപോലെ തന്നെ അലുവ, അതുപോലെ പായസം, അങ്ങനെ 5 തരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കർഷകരെ സംബന്ധിച്ച് വരുമാനം കൂടാനും വില കൂടുതൽ കിട്ടാനുമുള്ള ഒരു സാധ്യതയാണ്. ഉൽപ്പന്നം പാഴായി പോകാതിരിക്കാനുള്ള ശ്രമം മാക്സിമം നമുക്ക് നടത്താൻ പറ്റും. അതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം നേടാൻ പറ്റും. മത്തൻ ജാം, മത്തൻ ഹൽവ, മത്തൻ അച്ചാർ, മത്തൻ പൗഡർ, മത്തൻ കാൻഡി, മത്തൻ ചിപ്സ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മത്തനിൽ നിന്നും മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഡീഹൈഡ്രേഷൻ യൂണിറ്റിലൂടെ സവാളയും പച്ചമുളകും ചക്കയും വാഴപ്പഴവും തക്കാളിയും മധുരക്കിഴങ്ങും മുരിങ്ങയും ജാതിക്കയും ചീരയും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഉടലെടുക്കുകയാണ്. കായംകുളം KVKയിൽ നിന്നുള്ള പരിശീലന പരിപാടികളിലൂടെ ആത്മവിശ്വാസം നേടിയ കഞ്ഞിക്കുഴി FPO നിരവധി ഉൽപ്പന്നങ്ങളിലൂടെ വിജയതിലകം ചാർത്തിയിരിക്കുകയാണ്. സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങളും പൂർണ്ണ പിന്തുണയുമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടെയുണ്ട്. നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായമോട് ചേർത്ത് നമ്മൾ ഈ FPO ഉണ്ടാക്കിയത്. FPOയിൽ നിന്ന് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വേറെയുള്ള പ്രധാന പ്രൊഡക്റ്റുകളാണ് ഡ്രൈഡ് മുരിങ്ങ ലീഫ്. അപ്പം മുരിങ്ങ ഇല ഉണക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ എന്തിൻ്റെ കൂടെ, ഇപ്പോൾ ചോറിൻ്റെ കൂടെ എങ്കിൽ ചോറിൻ്റെ കൂടെ മാത്രമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപ്പുമാവോ അങ്ങനെ പുട്ടോ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അപ്പം സ്ഥിരമായിട്ട് ഓരോ സ്പൂണോ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോ ഒക്കെ ചേർത്ത് നമുക്ക് എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇത് തന്നെ നമ്മൾ പൗഡറാക്കി വയ്ക്കാറുണ്ട്, മുരിങ്ങ ലീഫിൻ്റെ പൗഡർ. അപ്പോൾ അതും ഇപ്പോഴത്തെ നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിലും തന്നെ ഇപ്പം ഡിമാൻഡ് ഉണ്ടായി വരുന്നുണ്ട്. വിദേശ മാർക്കറ്റിൽ നേരത്തെ തന്നെ ഡിമാൻഡുള്ളതാണ്, നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിലും ഇപ്പോൾ അതിന് ഡിമാൻഡുണ്ട്. ഇത് കൂടാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റൈപ്പ് ജാക്ക് ഫ്രൂട്ട് പൗഡർ. ഇപ്പം സാധാരണ ചക്ക നമ്മൾ സാധാരണ പൊടിച്ച് ഉണക്കി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ പഴുത്ത ചക്ക ഉണക്കി പൊടിച്ചതാണ്. ഈ പഴുത്ത ചക്ക ഉണക്കി പൊടിച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഷുഗർ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചേർത്ത് പുട്ടുണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിക്കുകയോ അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൂടെ നേരത്തെ പറഞ്ഞ പോലെ മത്തൻ പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മത്തൻ പൗഡറിൻ്റെ ഏറ്റവും പറ്റിയ ഗുണമെന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ തിക്കനറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സോസ് ഉണ്ടാക്കാനായിട്ട് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നട്ട്മെക്കിൻ്റെ ക്യാൻഡിയാണ്. അപ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് പഞ്ചസാര ചേർക്കാതെ നട്ട്മെക്കും നമ്മുടെ തേനും കൂടി ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. വേറെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണക്കിയതാണ്. ഈ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ. 100 കിലോ ശേഷിയുള്ള ഡീഹൈഡ്രേഷൻ യൂണിറ്റും 25 കിലോ ശേഷിയുള്ള ഡ്രയറും എണ്ണയാട്ടുന്നതിനായി ചക്കും വെജിറ്റബിൾ സ്ലൈസറും കോക്കനട്ട് സ്ക്വീസറും പാക്കിംഗ് മെഷീനുമായി കഞ്ഞിക്കുഴി ബ്ലോക്ക് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കർഷകർക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട്. സ്വന്തം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കൂടാതെ കർഷകർ കൊണ്ടുവരുന്ന വിളകളും ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കി കർഷകർക്ക് താങ്ങായി നിൽക്കുകയാണ് കഞ്ഞിക്കുഴി ബ്ലോക്ക് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് 9446788342 9447016982